എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നിതാ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങാപ്പൂ കൊണ്ട് നല്ലൊരു തോരനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഈ മുരിങ്ങാപ്പൂവ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. നമ്മുടെ അമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ ജാനകിയുടെയും കാർത്തിയുടെയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ മുരിങ്ങാമരം. ഷോർട്ട് വീഡിയോ കൂടിയൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവുമല്ലേ. ഇവർ സ്ഥിരം വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത് ആ മരത്തിലാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ നമ്മുടെ മുരിങ്ങ അറിഞ്ഞങ്ങ് പൂത്തിട്ടുണ്ട്. നിറയെ പൂത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കായ പിടിക്കുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ മഴക്കാറ് ഒക്കെ വന്നു കഴിയുമ്പോഴും കുറേ ചൂട് വരുമ്പോഴും ഒക്കെ ഒത്തിരി അങ്ങ് പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ധാരാളം പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് പെട്ടെന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം മുട്ട് പോവാതെയാണ് ഞാൻ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ ഇതാ പൂവൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് അത്യാവശ്യം എരിവൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ കാന്താരിയൊക്കെ നമ്മുടെ തീർന്നു പോയിട്ടോ. അമ്മയുടെ കാന്താരി തൈയിൽ ഒറ്റ കാന്താരിയിൽ എല്ലാം ഞാൻ തന്നെയാണ് പറിച്ചെടുത്തത്. ഇനി നമുക്കിതാ തയ്യാറാക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്, എന്നിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്ത നല്ല ആട്ടി വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആട്ടി വെളിച്ചെണ്ണ വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ ഇത് ഉണ്ടാവണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മുടെ അരിയാണ്. ചോറ് ഉണ്ണാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് കടുകോ വറ്റൽമുളകോ ഒന്നും ചേർക്കണില്ല. തോരൻ ഉണ്ടാക്കുമ്പം അരി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടുപഠിച്ചത് അമ്മയുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്നൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ അരി നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരണേ, അല്ലെങ്കിൽ തോരൻ നമ്മൾ കഴിക്കുമ്പം അരി കടിക്കും. അതിനുശേഷം നമ്മളിതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ഇവിടെ ഇപ്പോൾ തോരനാണ് കൂടുതലും തയ്യാറാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ, നല്ല ചൂടൊക്കെയല്ലേ. അപ്പം മുളക് പൊടി അത്ര ഉപയോഗിക്കുന്നില്ല. മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ വല്ലപ്പോഴും ഒക്കെയാണ് ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതലും നമ്മൾ തോരനാണ് തയ്യാറാക്കുന്നത്. അതാവുമ്പോൾ നമ്മൾക്ക് കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതിയുള്ളൂ. നല്ല വ്യത്യാസം വരും കേട്ടോ നമ്മൾ ഈ മുളക് പൊടി അവോയ്ഡ് ചെയ്താൽ. എല്ലാവർക്കും ഒക്കെ അറിയണുണ്ടാവുമല്ലേ, അത്ര ചൂടല്ലേ. അപ്പോൾ മുളക് പൊടി മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് വൈസ് വളരെ നല്ലതുമാണ് നമുക്ക്. അപ്പോൾ ഇതാ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ ഇട്ട് കൊടുത്തത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറുന്നത് വരെ കേട്ടോ. ഈ മുരിങ്ങാപ്പൂവിനെ ഞാൻ വിളിക്കുന്നത് സുന്ദരിപ്പൂ എന്നാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, ചെറുപ്പത്തിലേ തൊട്ട് ഞാൻ വിളിച്ച് ശീലിച്ചതാണ്. ഈ മുരിങ്ങ മരത്തുമ്പോൾ ഇതിങ്ങനെ കൊലകൊലയായിട്ട് കിടക്കുന്നത് കാണുമ്പോഴേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വിളിച്ച പേരാണ്. അതെന്താണെന്നറിയില്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. കുട്ടിയായിരിക്കുമ്പം അമ്മ ഈ മുരിങ്ങാപ്പൂവ് ധാരാളം തരുമായിരുന്നു കേട്ടോ. അന്നൊന്നും നമുക്ക് അത്ര അറിവില്ല ഇതെന്താ ഈ മുരിങ്ങാപ്പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടൊന്നും. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ധാരാളം ഗുണങ്ങളുള്ളതാണ് ഈ മുരിങ്ങാപ്പൂവെന്ന്. അമ്മ ഈ മുരിങ്ങാപ്പൂവ് ഉണക്കി പൊടിച്ചിട്ട് ആ പൊടി നമുക്ക് പാലിൽ തരുമായിരുന്നു എനിക്ക്. ഈ ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അത്രേ. ധാരാളം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നാളികേരം കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. കാരണം മുരിങ്ങ തോരനൊക്കെ തയ്യാറാക്കുമ്പം നാളികേരമൊക്കെ കുറച്ച് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മുരിങ്ങാപ്പൂവ് ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു സൂപ്പ് പോലെയൊക്കെ, അതായത് ഈ മുരിങ്ങാപ്പൂവ് ഒന്ന് വേവിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കുമല്ലോ മുരിങ്ങ ഇല കൊണ്ട്, അതുപോലെ ഉണ്ടാക്കി കഴിച്ചാലും വളരെ നല്ലതാണ്. അതുപോലെ ദഹന പ്രക്രിയക്കൊക്കെ വളരെ നല്ലതാണ്. ഒരു പക്ഷേ ഇതൊക്കെ ഓർത്തിട്ടായിരിക്കും പണ്ട് കാലങ്ങളിൽ ഈ മുരിങ്ങാപ്പൂവൊക്കെ എടുത്തിട്ട് തോരനൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ളത്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതാ നാളികേരം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ ഇങ്ങനെ പൊട്ടണ ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ. അതാണ് നാളികേരം ഫ്രൈ ആവണ കറക്റ്റ് പാകം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് മുരിങ്ങാപ്പൂവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുരിങ്ങാപ്പൂവ് ഇട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് ശകലം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതും അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്,
തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പം നാളികേരം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണല്ലേ, വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് നാളികേരം അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ പൂവും കൂടി ഇട്ട് കൊടുത്താൽ പൂവ് ഒന്ന് വാടി കിട്ടണമല്ലോ, വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒന്നുമില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് മുകളിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ആ പൂവിലിരുന്ന വെള്ളം ഒരു ശകലം, ഒരു സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം തളിക്കണമെന്ന് പറഞ്ഞത്. വെള്ളം തളിക്കുമ്പോൾ കൂടിപ്പോവരുത്. അങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കുഴഞ്ഞു പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം. ഇനി വെളിച്ചെണ്ണ അതിനകത്ത് ഉണ്ടെങ്കിൽ വെള്ളം തളിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് തയ്യാറാക്കാത്തവരോടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചിലവരൊന്നും മുരിങ്ങാപ്പൂവൊക്കെ തയ്യാറാക്കി കഴിക്കാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് തോരൻ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ മുരിങ്ങക്കായ തോരൻ തയ്യാറാക്കുമ്പോഴും അല്ലേ, നമ്മൾ അതിൻ്റെ കൂടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ, മുരിങ്ങ ഇലയുടെ കൂടെ മുട്ട പൊട്ടിച്ചൊഴിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇപ്പം ഞാൻ എന്തായാലും മുട്ട ഒന്നും പൊട്ടിച്ചൊഴിക്കുന്നില്ല, മുരിങ്ങ പൂവ് തന്നെയാണ് കേട്ടോ തോരനാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ചിലപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല ഈ മുരിങ്ങയില, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളൊരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കാറുണ്ടല്ലേ. ഇപ്പോൾ ഇതാ ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മതി. ഇതാ തുറന്നു നോക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ അടപ്പ് അടച്ചിട്ട് തുറന്നു കഴിഞ്ഞപ്പം അതിൽ നിന്ന് കുറച്ച് ആവി വെള്ളം വീണിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നിതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം, ഒരു 1-2 സെക്കൻഡ്. അതിനുശേഷം നമ്മളിതാ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം അതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തോരൻ റെഡിയാക്കുമ്പം ഇതുപോലെ റെഡിയാക്കി കഴിക്കണം, എങ്കിലാണ് നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണ് നമ്മുടെ ഈ തോരൻ. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനൊപ്പം കമൻറ്റ് കൂടെ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്